എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ ഇടയായിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ജപ്പാനിൽ എങ്ങനെയാണ് എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ നാട്ടിലിരുന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഡൗട്ട്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ നാട്ടിലിരുന്നുകൊണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ജപ്പാനിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ജപ്പാനിൽ ഒരുപാട് എണ്ണം കാണുമ്പോൾ ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതാണ് പുറകിലുള്ള യൂണിവേഴ്സിറ്റി എന്നൊന്നും നമുക്കറിയില്ല നാട്ടിലിരുന്നുകൊണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേൾഡ് റാങ്കിങ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റീസിൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ, നല്ല ഓപ്പർച്യൂണിറ്റി ആണോ, പഠിക്കാൻ നല്ലൊരു സ്ഥലമാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കുക. അതിപ്പം എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, പിന്നെ അത്ര നല്ലതല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടാവും. നല്ലതല്ല എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വേൾഡ് റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഒരു 4-5 യൂണിവേഴ്സിറ്റി ഞാനിപ്പോൾ പറയാം. അപ്പോൾ മെയിൻലി നിങ്ങൾ എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിൽ തന്നെ മെയിനായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വേൾഡ് റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത് ടോക്കിയോ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയാണ്. പിന്നെ മൂന്നാമത് നിൽക്കുന്നത് ക്യോട്ടോ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നാലാമത് നിൽക്കുന്നത് തൊഹോക്കു യൂണിവേഴ്സിറ്റി, ആൻഡ് 5th പൊസിഷനിൽ നിൽക്കുന്നത് ക്യൂഷു യൂണിവേഴ്സിറ്റി, ആൻഡ് 6th പൊസിഷനിൽ നിൽക്കുന്നത് ഒസാക്ക യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ മെയിൻലി ഈ യൂണിവേഴ്സിറ്റീസിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിനല്ല കിട്ടിയതെന്ന് വിചാരിച്ച് ടെൻഷനൊന്നുമില്ല, പക്ഷെ അവിടുത്തെ റാങ്കിങ്ങും പ്ലേസ്മെൻറ്റ്സും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ കോളേജസിലൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എഞ്ചിനീയറിംഗിൻ്റെ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ മെക്കാനിക്കൽ, അങ്ങനെ ഒരുപാട് നെയിം ഉള്ള ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാവും എഞ്ചിനീയറിംഗിൻ്റെ. അതുപോലെ ഇവിടെയും ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവും. പക്ഷേ എല്ലാ ബ്രാഞ്ചും എല്ലാ യൂണിവേഴ്സിറ്റീസിലും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജനറലായിട്ട് ജപ്പാനിലുള്ള എൻജിനീയറിംഗ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, ചിലപ്പോൾ നാട്ടിലില്ലാത്തതും ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും സ്പെസിഫിക് ആയിട്ട് അറിയണം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നറിയണം എന്നുണ്ടെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റീസിൻ്റെ സൈറ്റിൽ പോയിട്ട് ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് വേണം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് ഇതായിരുന്നു. അതായത് ഏതൊക്കെയാണ് നല്ല യൂണിവേഴ്സിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ ആൻസറാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. അതുപോലെ ഇവിടെയും അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ ഇൻടേക്കിലോട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഏപ്രിലിൽ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഒക്ടോബർ ഇൻടേക്കിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒക്ടോബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒക്ടോബറിൽ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻടേക്കിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 തവണ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഏപ്രിൽ ഇൻടേക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി അതിൻ്റെ പ്രീവിയസ് ഇയറിലുള്ള ആ ഒരു ഓഗസ്റ്റ് ഡിസംബർ ആ ഒരു കാലയളവിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഡിസംബർ ആ ഒരു പീരീഡിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഏപ്രിൽ ഇൻടേക്കിനുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് ടു ഡിസംബർ സമയത്തായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ, അതായത് ഇപ്പോൾ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റും ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നത് ഒരു നവംബർ ടു ഫെബ്രുവരി അല്ലെങ്കിൽ നവംബർ ടു ജാനുവരി പീരീഡിലായിരിക്കും. അതിൻ്റെ എക്സാമിനേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ നടക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് റിസൾട്ട് വരും. എന്നിട്ട് ഏപ്രിലിൽ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഏപ്രിൽ ഇൻടേക്കിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒക്ടോബർ ഇൻടേക്കിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഒരു ഫെബ്രുവരി ടു ജൂൺ വരെയുള്ള ആ ഒരു പീരീഡ് ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു മെയ് ടു ജൂലൈ ആ ഒരു പീരീഡിലായിരിക്കും നിങ്ങൾക്കുള്ള ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസും നടക്കുക. എന്നിട്ട്
അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരും. എന്നിട്ട് ഒക്ടോബറിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്താണ് മെയിൻലി ആപ്ലിക്കേഷനൊക്കെ കൊടുക്കേണ്ടത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജാനുവരിയിലാണ്. അപ്പോൾ ഏപ്രിൽ ഇൻടേക്കിൻ്റെ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഒക്ടോബർ ഇൻടേക്കിലോട്ട് താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം അടുത്ത മാസം തൊട്ടിട്ട് ഒക്ടോബർ ഇൻടേക്കിലേക്കുള്ള ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം ശരിയാക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ്. അതായത് UG കോഴ്സസിനാണെങ്കിൽ, അതായത് BTech പോലത്തെയുള്ള UG കോഴ്സസിന് വേണ്ടിയിട്ടാണ്. അതായത് 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻസോ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 12 ഇയേഴ്സ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ 12th വരെ പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം UG കോഴ്സസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 65% മാർക്കിന് എബവ് മാർക്ക് ഉണ്ടായിരിക്കണം 12th സ്റ്റാൻഡേർഡിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മെയിൻലി ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജാപ്പനീസ് മോഡ് ഓഫ് ലാംഗ്വേജിലുള്ള ക്ലാസ്സസിനല്ല പ്രിഫർ ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സസിനായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി സ്കോർ ഉണ്ടായിരിക്കണം. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം IELTS അല്ലെങ്കിൽ ടോഫിൽ സ്കോറോ ഇത് ഏതെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ യൂണിവേഴ്സിറ്റീസിന് അപ്ലൈ ചെയ്യുമ്പോൾ അതാത് യൂണിവേഴ്സിറ്റി എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുക. ഇത് ജനറലായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ സ്കോറും കൂടെ ചോദിക്കാറുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ ക്ലാസ് ഉണ്ടാവുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി PG സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 16 ഇയേഴ്സ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ബാച്ചിലേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ബാച്ചിലേഴ്സ് 3 ഇയറിൽ കംപ്ലീറ്റ് ആവുന്ന കോഴ്സസും ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ 15 ഇയേഴ്സ് അല്ല 4 വർഷത്തിൻ്റെ കോഴ്സാണ് എടുത്തതെങ്കിൽ 16 ഇയേഴ്സ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. പിന്നെ PG കോഴ്സസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു റിസർച്ച് പ്ലാനും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഒരു ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ജപ്പാനിലോട്ട് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ BTechനും മാസ്റ്റേഴ്സിനും ഇങ്ങനെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ജനറലി ഇവിടുത്തെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 വർഷത്തെ BTech കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് ജനറലായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ജനറലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 1 വർഷം നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ആദ്യത്തെ 2 വർഷം അങ്ങനെ ആയിരിക്കും. പിന്നത്തെ 2 വർഷം, 3ാമത്തെ വർഷം 4ാമത്തെ വർഷം നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പിന്നെ 4th ഇയറിൽ നമ്മളൊരു റിസർച്ച് പേപ്പർ കൂടെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ PGക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന PGക്ക് പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലത്തെ റിസർച്ച് പേപ്പർ ഒന്നും ആയിരിക്കില്ല, അതിനൊരു മിനി വേർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി ഇവിടുത്തെ ഫീസും കാര്യങ്ങളും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ജപ്പാനിൽ വരാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഈ ഫീ കൊടുക്കണം എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പിനൊന്നും നമുക്ക് ഭാഗമാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി ഒരു ഫീ സ്ട്രക്ചർ വരുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് വരെ ഏകദേശം ഒരു നാട്ടിലെ പൈസ പ്രകാരമാണെങ്കിൽ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ, ഓക്കെ, റുപ്പീസിൻ്റെ ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അതായിരിക്കും ജനറലി ഫീസ് ഉണ്ടാവുക. പക്ഷേ ഇനി അതല്ല, നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക്, കാരണം ഇവിടെ ജപ്പാനിൽ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്, അത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി ഒരു ഫീ സ്ട്രക്ചറായിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം, ഇപ്പോൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ EJU എക്സാം. ഓക്കെ, അപ്പോൾ മെയിൻലി ആ ഒരു വഴിയായിരിക്കും കുട്ടികളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇംഗ്ലീഷ് പ്രോഗ്രാം, ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് EJU എക്സാം ഇല്ലാണ്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് വരാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതാണെങ്കിൽ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഇവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്നത് വർത്തായിരിക്കും. അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റീസിൽ തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് വഴി തന്നെ മാക്സിമം വരാൻ നോക്കുക. ഇനി പറ്റില്ലെങ്കിൽ മാത്രം ഈ ഒരു വഴിയിൽ വരാൻ നോക്കുക. ഓക്കെ,
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സ്ക്രീനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ക്രീനിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് ആദ്യത്തെ പ്രോസസ്സായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാം, ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UG കോഴ്സസിനാണെന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 10th-ലെയും 12th-ലെയും ട്രാൻസ്ക്രിപ്റ്റ്സ്, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, അതായത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൻ്റെ സ്കോറും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, അതായത് എന്തിനാണ് ജപ്പാനിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. ഓക്കെ, അത് കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇനി UG സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ റിസർച്ച് പ്ലാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ UG കോഴ്സിൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജനറലി ജപ്പാനിൽ എങ്ങനെയാണ് എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അയച്ച അന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും 2 ദിവസത്തിൻ്റെ അകത്ത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇനി ഇവിടെ പഠിച്ചാൽ മാത്രമാണ് ജപ്പാനിലെ ജോലി കിട്ടുക എന്നൊന്നും ഒരിക്കലുമില്ല. ഇത് എന്നോട് ഒരുപാട് പേര് ഈ ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ നാട്ടിൽ പഠിച്ച ആളാണ്, ഞാൻ ക്യുസാറ്റിൽ പഠിച്ച ആളാണ്, എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജപ്പാനിൽ ജോലി എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നല്ലൊരു കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫോർമേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.